UN രക്ഷാസമിതിയിൽ പാകിസ്ഥാനെതിരെ വിമർശനവുമായി ഇന്ത്യ. പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ പതിറ്റാണ്ടുകളായ ഇരയാണ് ഇന്ത്യയെന്ന് UN രക്ഷാസമിതിയിൽ ഇന്ത്യ പറഞ്ഞു. മുംബൈ ഭീകരാക്രമണം മുതൽ പഹൽഗാം വരെ നീളുന്നതാണ് പാക് ഭീകരതയെന്നും യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ് നമ്മളോടൊപ്പം. ഏതായാലും പാകിസ്ഥാനെതിരായ കൃത്യമായ നിലപാടുകൾ ഇന്ത്യ ലോകതലത്തിൽ മുന്നോട്ട് വയ്ക്കുന്നു. പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ സർവകക്ഷി സംഘം വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ. ഇടയിൽ തന്നെയാണ് ഇപ്പോൾ യുഎന്നിൽ ഇന്ത്യയുടെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭീകരതയുടെ ഇരയാണ് ഇന്ത്യ എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് ഇന്ത്യയുടെ പ്രതിനിധി യുഎന്നിൽ. അത് ഇപ്പോൾ മുംബൈ ഭീകരാക്രമണം മുതൽ പഹൽഗാം ഭീകരാക്രമണം വരെയുള്ള നിരവധി സംഭവങ്ങൾ അതിന് പുറകിലുണ്ട്. പുൽവാമ പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതെല്ലാം പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾ, അതിലൊക്കെ ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരും ഇന്ത്യയുടെ സൈനികരും ഇരയാകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ രീതിയിൽ പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമെന്ന ഇന്ത്യയുടെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അത് കൃത്യമായി ഉറപ്പിക്കുകയാണ് ഇപ്പോൾ നമുക്ക് യുഎന്നിൽ കാണാൻ കഴിയുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഭീകരരെ ഒറ്റപ്പെടുത്തുക, അതിൽ പാകിസ്ഥാന്റെ പങ്ക് വെളിവാക്കുക, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന നയതന്ത്ര സമീപനം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നു. അതിന് ഉറപ്പ് നൽകുന്ന, ബലം പകരുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ നയതന്ത്ര തലത്തിലും ഐക്യരാഷ്ട്രസഭ പോലുള്ള ലോകവേദിയിലും ഇനി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കേണ്ടത്. പാകിസ്ഥാന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ വികസനം തടയുക എന്നതാണ്. ഇന്ത്യ മുന്നോട്ട് പോകുന്നത് തടയുക എന്നതാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് എന്നും ഇന്ത്യ പറഞ്ഞു വെക്കുന്നു. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, യുഎന്നിൽ പാകിസ്ഥാനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന നയതന്ത്ര സമീപനത്തിന്റെ ഭാഗമായിട്ട് വേണം ഈ വിമർശനത്തെ നമുക്ക് കാണാൻ. യുഎന്നിൽ ഇന്ത്യൻ പ്രതിനിധി വിശദീകരിച്ചത് എന്താണ്? മനു, തീർച്ചയായും പാകിസ്ഥാനെ UN രക്ഷാസമിതിയിലും ഒറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഇന്ത്യൻ പ്രതിനിധിയുടെയും അതോടൊപ്പം ഇന്ത്യയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സമീപനം ഇന്ത്യയുടെ പ്രതിനിധിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. UN രക്ഷാസമിതിയിലായിരുന്നു ഇത്തരത്തിൽ വലിയ വിമർശനം പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും പാകിസ്ഥാൻ എന്ന് പറയുന്നത് തീവ്രവാദത്തിന്റെ പതിറ്റാണ്ടുകളായിട്ട് ഇത്തരത്തിൽ തീവ്രവാദത്തിന് വലിയ ഒരു സംരക്ഷണം കൊടുക്കുകയും അത്തരത്തിൽ ഭീകരവാദികളെ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഈ ഒരു രാജ്യത്തിന്റെ തീവ്രവാദത്തിന്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഇരകളാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മുംബൈ ഭീകരാക്രമണം മുതൽ അവസാന ഘട്ടത്തിൽ നടന്നിട്ടുള്ള പഹൽഗാം ഭീകരാക്രമണം വരെ നടന്നതൊക്കെ തന്നെയും ഇതിന്റെ ഉദാഹരണമാണ് എന്നുള്ളത് ഇന്ത്യൻ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതേസമയം പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ വികസനങ്ങൾ പൂർണ്ണമായും തടയുക എന്നുള്ളതും അതോടൊപ്പം ഇന്ത്യയിലെ ഈ മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ വിഭാഗീയത ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള ദുരുദ്ദേശം മാത്രമാണ് ഈ പാകിസ്ഥാൻ ഉണ്ടാകുന്നത്. അത് കർശനമായി തന്നെ ഇന്ത്യ നേരിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഭീകരരെ സംരക്ഷിക്കുകയാണ് പാകിസ്ഥാൻ എന്ന രൂക്ഷ വിമർശനവും ഇന്ത്യൻ പ്രതിനിധി ഉയർത്തിയിരിക്കുകയാണ്. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ടുള്ള ഹരീഷ് പി ആണ് പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം നേരത്തെ പാകിസ്ഥാന് ഈ UN രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം മാത്രമാണ് ഉള്ളത്. ഇതിൽ നിന്നും സ്ഥിരം അംഗത്വം നൽകണമെന്ന് നേരത്തെ പാകിസ്ഥാൻ അപേക്ഷിക്കുകയും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നടപടികൾ പൂർണ്ണമായും റദ്ദാക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഇന്ത്യ UN രക്ഷാസമിതിയുടെ യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ യോഗത്തിൽ അദ്ദേഹം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ പാകിസ്ഥാൻ വലിയ തോതിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന ഒരു സമീപനമാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഈ കരാറുകളിൽ നിന്ന് പിന്മാറുക എന്ന ഒരു ലക്ഷ്യം ഇപ്പോൾ നിലവിൽ ഇന്ത്യക്ക് ഇല്ല. എന്നാൽ ഭീകരതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ഭാഗത്തും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ നടത്തുമെന്നുള്ള സൂചന കൂടി ഇപ്പോൾ പി ഹരീഷ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. മനു,
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ അബ്ദുൾ റഷീദ്, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നമ്മൾ UN-ൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ച് പാകിസ്ഥാനെതിരെ വളരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. അതേസമയം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്നും അതിന് ലക്ഷ്യം എന്തായിരുന്നു ലോകത്തോട് വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘങ്ങളുടെ യാത്രകൾ വിവിധ രാജ്യങ്ങളിലൂടെ തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നിപ്പോൾ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലേക്ക് തിരിച്ചിരിക്കുന്നു. അതൊന്ന്. മറ്റൊന്ന്, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെട്ട സംഘം ഇപ്പോൾ ദക്ഷിണ കൊറിയയിലേക്ക് ജപ്പാനിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയുടെ സർവകക്ഷി സംഘങ്ങളുടെ യാത്രാ വിവരങ്ങൾ കൂടി. മനു, തീർച്ചയായും പാക് ഭീകരത ലോക രാജ്യങ്ങളോട് വെളിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ സർവകക്ഷി സംഘത്തിന്റെ വിദേശ പര്യടനത്തിലൂടെ പ്രധാനമായും ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ശശി തരൂർ MP-യുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അമേരിക്കയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. പ്രധാനമായും അമേരിക്കയിലെ വിവിധ മേഖലകളിൽ എത്തി നയതന്ത്ര വിദഗ്ധരുമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുകയും പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയും ചെയ്യും. ഇന്ത്യൻ സമൂഹമായും മാധ്യമങ്ങളുമായും ഈ സംഘം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. എന്തായാലും ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പങ്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് ഉള്ള ഒരു വിദേശ പര്യടനം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഒരു നിലപാട് കൃത്യമായി തന്നെ ഈ മേഖലകളിലുള്ള നയതന്ത്ര വിദഗ്ധരുമായൊക്കെ തന്നെയും ഇവർ കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് പനാമ, ഗുയാന, ബ്രസീൽ, കൊളംബിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് അവർ പര്യടനം നടത്തുകയും ചെയ്യും. അതോടൊപ്പം CPIM രാജ്യസഭാ കക്ഷി നേതാവ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെട്ട സംഘം ജപ്പാനിലെ പര്യടനം ഇന്ന് പൂർത്തിയാക്കി സൗത്ത് കൊറിയയിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെയും ടോക്കിയോയിലെ വിവിധ മേഖലകളിൽ നടക്കുകയും ഇന്ത്യൻ സമൂഹമായും മാധ്യമ പ്രവർത്തകരുമായൊക്കെ തന്നെയും ഈ സംഘം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിലേക്ക് ഉള്ള സംഘങ്ങളുടെ പര്യടനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം ദുബായിലാണ് കഴിഞ്ഞ ദിവസം പര്യടനം നടത്തിയിട്ടുള്ളത്. മറ്റൊരു രാജ്യത്തേക്ക് പുറപ്പെടുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതോടൊപ്പം DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ റഷ്യയിൽ പര്യടനം നടത്തുകയാണ്. ഇത്തരത്തിൽ UN രക്ഷാ സമിതിയിലും അതോടൊപ്പം ഐക്യരാഷ്ട്രസഭയിലും അംഗത്വമുള്ള മുഴുവൻ രാജ്യങ്ങളിലേക്കും പര്യടനം നടത്തുകയും പാക് ഭീകരത വെളിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ സംഘത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. മനു, ശരി അബ്ദുൾ റഷീദ് വിവരങ്ങൾ നമുക്ക് ദില്ലിയിൽ നിന്ന് നൽകിയത്. UN-ൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട്, ഒപ്പം തന്നെ ഇന്ത്യയുടെ സർവകക്ഷി സംഘത്തിന്റെ യാത്രാ വിവരങ്ങൾ, സമഗ്രമായ വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നമുക്ക് നൽകിയത്.